എല്ലാവർക്കും നമസ്കാരം. ഏലിയഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് മത്സര പരീക്ഷകളിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് വരുന്ന ലോക ചരിത്രത്തിന്റെ ഭാഗത്ത് നിന്നും PSC ആവർത്തിക്കുന്ന ചില ചോദ്യങ്ങളും അല്ലെങ്കിൽ വിപ്ലവങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. എല്ലാ പരീക്ഷകളിലും ഈ ഒരു ഭാഗത്ത് നിന്നും എന്തുണ്ടായിരിക്കും? ചോദ്യങ്ങൾ ഉണ്ടായിരിക്കാം. ലോക ചരിത്രം, വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നും നമ്മൾ പഠിക്കുന്ന വിപ്ലവങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. അമേരിക്കൻ വിപ്ലവം, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, റഷ്യൻ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം. ഈ കഴിഞ്ഞ LD പരീക്ഷകളിലായിട്ട്, അതേപോലെ തന്നെ നമ്മളുടെ AFSന്റെ പരീക്ഷ, എക്സൈസിന്റെ പരീക്ഷ, ഇവയിലെല്ലാം ആവർത്തിച്ച് ചോദിച്ച ചില ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്നുമാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തെ മാർക്ക് നമുക്ക് എങ്ങനെ സ്വന്തമാക്കാം എന്നതാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിലൂടെ നോക്കുന്നത്. നമ്മൾ ഇന്ന് എന്റെ പുറകിൽ സ്ക്രീനിൽ കാണുന്ന ഒരു ചിത്രമുണ്ട്. ആ ചിത്രം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് പരിചിതനായിട്ടുള്ള ഒരു നേതാവിന്റെ പടമൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന വിപ്ലവം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റഷ്യൻ വിപ്ലവമാണ്. ഏതാണ്? റഷ്യൻ വിപ്ലവമാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ് റഷ്യൻ വിപ്ലവത്തിന്റെ ചരിത്രവും കാര്യങ്ങളുമെല്ലാം. അപ്പോൾ ഏറ്റവും അടുത്ത് തന്നെ 1917 നടന്ന വിപ്ലവമായിരുന്നു ഏതെന്ന് പറയുന്നത് റഷ്യൻ വിപ്ലവം. എല്ലാവർക്കും അറിയാം. അപ്പോൾ റഷ്യൻ വിപ്ലവം നടന്ന വർഷം 1917 അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാവുന്നതാണ്. നോക്കിയാ, ഇവിടെ ഞാൻ ആദ്യം ഉൾപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ വട്ടത്തെ ASM പരീക്ഷയുടെ ഒരു ചോദ്യമാണ്. ആ ചോദ്യം നിങ്ങൾ നോക്കി. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാമൂഹിക നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി എന്നീ 3 തരം നീതികളും കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള, അപ്പോൾ നമുക്ക് നോക്കാം ഇത് ഭരണഘടനയിൽ ഭാഗത്ത് നിന്ന് വന്ന ചോദ്യമാണോ എന്ന് നോക്കാം. സാമൂഹിക നീതി, സാമ്പത്തിക നീതി എന്നീ 3 തരം നീതികളും കടമെടുത്ത് എവിടെ നിന്നാണ്? നോക്കി, ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന്, റഷ്യൻ വിപ്ലവത്തിൽ നിന്ന്, അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന്, ദക്ഷിണാഫ്രിക്കയിൽ നിന്നും. അവിടെ ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിയേ, ഓപ്ഷൻ എന്താണ്? ഫ്രഞ്ച് വിപ്ലവം എന്ന് എടുത്തു പറയുന്നു, അതേപോലെ റഷ്യൻ വിപ്ലവം എന്ന് എടുത്തു പറയുന്നു. അപ്പോൾ ഈ ചോദ്യം എങ്ങോട്ട് മാറുന്നതാണ്? ലോക ചരിത്രത്തിന്റെ ഭാഗത്ത് നിന്നും വന്ന ചോദ്യമാണ് എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇതിന്റെ ഉത്തരം ഏതാണെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നമ്മുടെ SCERT എന്ത് ചെയ്തു? വിഡ്രോ ചെയ്തുകൊണ്ട് പോയ ടെസ്റ്റിലെ, കഴിഞ്ഞ വർഷത്തെ ടെസ്റ്റിലെ റഷ്യൻ വിപ്ലവം വായിച്ച് പഠിച്ച ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇതിന്റെ ഉത്തരം കിട്ടുന്നതായിരിക്കും അല്ലെ. അവിടെ കൃത്യമായിട്ട് ആ ആശയം എന്ത് ചെയ്യുന്നുണ്ട്? പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഉത്തരം എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ, എല്ലാവരും ചെയ്ത് മാർക്ക് മേടിച്ചതുപോലെ തന്നെ അതിന്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി, റഷ്യൻ വിപ്ലവമാണ്. അപ്പോൾ ഏതാണ്? റഷ്യൻ വിപ്ലവമാണ്. അപ്പോൾ റഷ്യൻ വിപ്ലവത്തെ പറ്റി എന്തുണ്ടായിരിക്കും? ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് റഷ്യൻ വിപ്ലവത്തെ പറ്റിയുള്ള അടിസ്ഥാന ഘടകങ്ങൾ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന റഷ്യൻ വിപ്ലവം തുടങ്ങിയ വർഷം 1917. അപ്പൊ റഷ്യൻ വിപ്ലവം തുടങ്ങിയ വർഷം 1917. റഷ്യ ഭരിച്ചിരുന്ന ചക്രവർത്തിമാർ അറിയപ്പെട്ടിരുന്ന പേരെന്തായിരുന്നു? സർ ചക്രവർത്തിമാർ, എംഫസിസ് ചക്രവർത്തിമാർ എന്നറിയപ്പെട്ട സർ ചക്രവർത്തിമാരായിരുന്നു എവിടെ ഭരിച്ചിരുന്നത്? റഷ്യ ഭരിച്ചിരുന്നത്. ഓർത്തു വെച്ചിരുന്നോണം. വിപ്ലവം നടക്കുന്ന സമയത്തെ ചക്രവർത്തി, അതായത് നമ്മൾ ഈ പറയുന്ന റഷ്യൻ വിപ്ലവം നടക്കുന്ന സമയത്ത് റഷ്യ ഭരിച്ചിരുന്ന ചക്രവർത്തി അല്ലെങ്കിൽ ഭരണാധികാരി ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആ പേര് എളുപ്പമാണ് ഓർത്തിരിക്കാൻ. നിക്കോളാസ് രണ്ടാമനായിരുന്നു. ആരായിരുന്നു? നിക്കോളാസ് രണ്ടാമൻ. ഓർത്തിരിക്കുക, റഷ്യൻ വിപ്ലവ സമയത്ത് റഷ്യ ഭരിച്ചിരുന്ന രാജാവിന്റെ പേര് അല്ലെങ്കിൽ ചക്രവർത്തിയുടെ പേരെന്തായിരുന്നു? നിക്കോളാസ് രണ്ടാമനായിരുന്നു. എന്തായിരുന്നു? നിക്കോളാസ് രണ്ടാമനായിരുന്നു. വർഷം ഏതാണ്? 1917. മറന്നു പോകരുതേ. അപ്പോൾ സർ ചക്രവർത്തിമാർ ഭരണം നടത്തിയത് എവിടെയായിരുന്നു? റഷ്യയിലായിരുന്നു എന്ന് ഓർത്തിരിക്കുക. കാരണം ഇതൊന്നും വൺ വേഡ് ആയിട്ട് ചോദിക്കത്തില്ല, ഇതെല്ലാം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അതിന്റെ രീതിയിലാണ് നമ്മൾ ഇതെല്ലാം പഠിച്ചു വെക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തു വെച്ചിരിക്കുക. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. എന്താണ് അടുത്ത പോയിന്റ്? റഷ്യൻ വിപ്ലവത്തെ സ്വാധീനിച്ച വ്യക്തികൾ ആരൊക്കെയാണ്? നിങ്ങൾ ഓൾറെഡി ഫ്രഞ്ച് വിപ്ലവമൊക്കെ പഠിക്കുമ്പോഴേ ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ച വ്യക്തികളെ പറ്റി നിങ്ങൾ പഠിക്കുമായിരുന്നല്ലോ. മോണ്ടെസ്ക്യൂ, റൂസോ, ഇവരുടെയൊക്കെ പേര് നിങ്ങൾ പഠിച്ചതുപോലെ തന്നെ റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെ പേരാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തത് മാക്സിം ഗോർക്കിയാണ്, ഇവാൻ തുർഗനേവ് ഉണ്ട്, അതേപോലെ തന്നെ ലിയോ ടോൾസ്റ്റോയ് ഉണ്ട്, കാൾ മാർക്സ് ഉണ്ട്. നിങ്ങൾക്കറിയാം കാൾ മാർക്സിനെ പറ്റിയുള്ള മാർക്സിസ്റ്റ് ആശയത്തിന്റെ പിതാവെന്നൊക്കെ നമുക്ക് പഠിച്ചു വെച്ചിട്ടുള്ള കാര്യമാണ്. എന്താണ് മാർക്സിസ്റ്റ് ആശയം എന്ന് നിങ്ങൾക്കറിയാം. അത് ആ ഒരു മാർക്സിസ്റ്റ് ആശയമായിരുന്നു ഏറ്റവും കൂടുതൽ എവിടെ പ്രതിഫലിച്ചത്? നമ്മൾ റഷ്യൻ വിപ്ലവത്തിൽ പ്രതിഫലിച്ചത് എന്നതും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്നാലും നമ്മൾ നമ്മുടെ ക്ലാസ്സിനിടയിൽ ഇതെല്ലാം പറഞ്ഞു പോകുന്നതാണ്. നന്നായിട്ട് കേട്ടിരുന്നാൽ മാത്രം മതി. അപ്പോൾ
ലിയോ ടോൾസ്റ്റോയ്, കാൾ മാർക്സ്, ആന്റൺ ചെക്കോവ് ഉണ്ട്, അതേപോലെ തന്നെ ഫ്രെഡറിക് എംഗൽസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ആൾക്കാരാണ് റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട നമ്മളുടെ ചിന്തകന്മാരായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകന്മാരുടെ പേര് ഓർത്തു വെച്ചിരിക്കുക. ഒന്നാമത്തെ മാക്സിം ഗോർക്കി, രണ്ടാമത് ഇവാൻ തുർഗനേവ്, മൂന്നാമത് ലിയോ ടോൾസ്റ്റോയ്, 4 കാൾ മാർക്സ്, 5 ആന്റൺ ചെക്കോവ്, 6 ഫ്രെഡറിക് എംഗൽസ്. ഇത്രയും പേരും എവിടെയാണ്? റഷ്യയിലാണ്. എവിടെയാണ്? റഷ്യയിലാണ്. ഓർത്തു വെച്ചിരിക്കുക. അപ്പോൾ അടുത്ത ഭാഗം നോക്കാം. റഷ്യൻ വിപ്ലവ സമയത്ത് തൊഴിലാളികൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് രൂപീകരിച്ച പാർട്ടിയുടെ പേരെന്താണ്? അപ്പോൾ റഷ്യൻ വിപ്ലവ സമയത്ത് റഷ്യയിൽ എന്ത് മേടിക്കുവാൻ വേണ്ടി? തൊഴിലാളികൾക്ക് ആധിപത്യം സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടി, രാജാക്കന്മാരിൽ നിന്നും കൂടുതൽ ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കുവാൻ വേണ്ടി ഇന്ന് നമ്മൾ ഈ ലോകത്ത് കാണുന്ന പോലുള്ള തൊഴിലാളി സംഘടനകൾ എവിടെ ഉണ്ടായിരുന്നു? റഷ്യയിലെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അതേപോലെ തന്നെ ആദ്യമായിട്ട് റഷ്യയിൽ ഒരു പാർട്ടി ഉണ്ടായി. ആ പാർട്ടിയുടെ പേര് ദയ കൊടുക്കുന്നു, നന്നായിട്ട് പഠിച്ചോണം. സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. എന്താണ്? സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി ഉണ്ടായ വർഷം 1898. അപ്പോൾ ചരിത്രം ഓർത്തു വെച്ചിരിക്കുക. 1898 റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റഷ്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. രാഷ്ട്രീയ പാർട്ടിയുടെ പേര് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. എന്താണെന്ന് ഓർത്തിരിക്കുക. സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടിയാണ് എവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്? റഷ്യയിൽ ഉണ്ടായിരിക്കുന്ന വർഷം എന്നാണ് 1898 ആണ്. ഓർത്തു വെച്ചിരിക്കുക. കാര്യം മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടിയാണ് എവിടെ ഉണ്ടാക്കിയത്? റഷ്യയിൽ. റഷ്യൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി എന്നും ആരറിയപ്പെടുന്നു? സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി അറിയപ്പെടുന്നു. അപ്പോൾ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി അറിയപ്പെട്ട മറ്റൊരു പേര് എന്താണ്? റഷ്യൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി എന്നും അറിയപ്പെട്ടു. ഏതാണ്? ലേബർ പാർട്ടി എന്നും അറിയപ്പെട്ടു. നമ്മൾ ലേബർ പാർട്ടിയുടെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അത് നമ്മുടെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. നിങ്ങൾക്കറിയാം, സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ബ്രിട്ടനിലെ രാഷ്ട്രീയ പാർട്ടി ഏതാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. ആ സമയത്ത് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുള്ള പാർട്ടിയുടെ പേരാണ് ലേബർ പാർട്ടി. പക്ഷേ ഇവിടെ ലേബർ പാർട്ടി എന്ന് മാത്രമല്ലേ, റഷ്യൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി എന്നാണ് അവിടെ അറിയപ്പെടുന്നത് എന്നും നിങ്ങൾ ഓർത്തു വെച്ചിരിക്കുക. അപ്പോൾ ഓർത്തു വെച്ചിരിക്കുക, റഷ്യയിൽ ഉണ്ടായ രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് ഓർത്തു വെച്ചിരിക്കുക. സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടിയാണ്. 1898 ആർക്ക് പ്രാധാന്യം ലഭിക്കുവാൻ വേണ്ടി? തൊഴിലാളികൾക്ക്, വർക്കേഴ്സിന് പ്രാധാന്യം ലഭിക്കുവാൻ വേണ്ടിയാണ് ഏതുണ്ടാക്കിയത്? സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി ഉണ്ടാക്കിയത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. റഷ്യൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടി രണ്ടായിട്ട് പിളർന്നു. കുറെ നാളിന് ശേഷം ഈ പറയുന്ന ആൾക്കാർ, ഈ തൊഴിലാളികൾ രണ്ടാശയമായിട്ട് നിൽക്കുകയായിരുന്നു. ഒരു പാർട്ടിയിൽ തന്നെ രണ്ടാശയം ഉണ്ടായി കഴിഞ്ഞപ്പോൾ 1912 ആയപ്പോഴത്തേക്ക് ഈ പാർട്ടി രണ്ടായിട്ട് എന്ത് ചെയ്യുകയാണ്? പിരിയുകയാണ്. ആ പിരിഞ്ഞ വർഷം 1912 ആണ്. 1912 ശേഷം റഷ്യൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടി ബോൾഷെവിക്കുകളെന്നും മെൻഷെവിക്സും എന്നും അറിയപ്പെട്ടു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന രണ്ട് പേരാണ്. ബോൾഷെവിക്കുകളും മെൻഷെവിക്കുകളും എന്നറിയപ്പെട്ടു. റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് ആ ബോൾഷെവിക് വിപ്ലവം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം. മെൻഷെവിക് വിപ്ലവം എന്നൊക്കെ പ്രതിപാദിക്കുന്ന വിപ്ലവങ്ങളൊക്കെ ഏത് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അത് നമ്മുടെ റഷ്യൻ വിപ്ലവമാണ്. ഓർത്തിരുന്നോണം. റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ റഷ്യൻ വിപ്ലവത്തുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പേര് നിങ്ങൾ ഓർത്തു വെക്കുക. അതേതാണ്? ബോൾഷെവിക്ക്, മെൻഷെവിക്ക്. ഇങ്ങനെ ഇതിന്റെ കൂടെ വിപ്ലവം കൂടി ചേർത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യുക? ഉത്തരം കൊണ്ടെത്തിക്കുക. അതിന്റെ ഉത്തരം ഏതാണ്? റഷ്യൻ വിപ്ലവം എന്നത് തന്നെയാണ്. ഇനി നമുക്ക് അടുത്ത കാര്യം നോക്കാം എന്താണെന്ന്. നോക്കിയേ, സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി ഏത് വർഷം ഇത് രണ്ടായിട്ട് പിരിഞ്ഞു? 1912 ഇത് എന്ത് ചെയ്തു? രണ്ടായിട്ട് പിരിയുകയാണ്. നമുക്കറിയാം ഏതൊരു പാർട്ടിയും എന്ത് ചെയ്യും? രണ്ടായിട്ട് പിരിഞ്ഞു. ഒന്നാമത്തെ പാർട്ടി ഏതാണ്? ബോൾഷെവിക്സ് ആണ്. ഏതാണ്? ബോൾഷെവിക്സ്. രണ്ടാമത്തേതോ മെൻഷെവിക്സ്. എന്താണ്? മെൻഷെവിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ബോൾഷെവിക്കുകളും മെൻഷെവിക്കുകളും എന്നും രണ്ടായിട്ട് പിരിഞ്ഞു. ഇതിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ ബോൾഷെവിക് എന്ന് പറയുന്ന പാർട്ടിയിലായിരുന്നു ഈ പറയുന്ന കൂടുതൽ ആൾക്കാരും ചെന്ന് എത്തിപ്പെട്ടത്. അതായത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഏകദേശം മുഴുവൻ ആൾക്കാരും
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിഭാഗം ആൾക്കാരും ഏത് പാർട്ടിയിലേക്ക് പോയി? ബോൾഷെവിക് എന്ന പാർട്ടിയിലേക്ക് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മെജോറിറ്റി എന്ന പേരിൽ അറിയപ്പെട്ടു. എന്താണ്? മെജോറിറ്റി, ഭൂരിഭാഗം എന്ന പേരിലും. അപ്പോൾ മെൻഷെവിക് എന്തായിരിക്കും? മൈനോറിറ്റി എന്ന പേരിൽ അറിയപ്പെട്ടു. കുറച്ച് പേര് മാത്രമേ ഇങ്ങോട്ട് വന്നുള്ളൂ. അതായത് മെൻഷെവിക്സ് എം വെച്ച് നോക്കുക. അപ്പോൾ മെൻഷെവിക്കിലേക്ക് വന്നത് ആരായിരുന്നു? മൈനോറിറ്റീസ്. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ എവിടെ ഉണ്ടായിരുന്നുള്ളൂ? മെൻഷെവിക്സിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഏത് പേരിൽ അറിയപ്പെട്ടു? മൈനോറിറ്റീസ് എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പോൾ ഓർത്തു വച്ചിരിക്കുക, സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രണ്ടായിട്ട് പിരിഞ്ഞു. രണ്ടായിട്ട് പിരിഞ്ഞത് ഏതൊക്കെ പേരിലാണ് അറിയപ്പെട്ടത്? ബോൾഷെവിക് എന്നും മെൻഷെവിക്കുകളെന്നും അറിയപ്പെട്ടു. ബോൾഷെവിക്കുകളെ നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നു? ഭൂരിഭാഗം എന്നും. മെൻഷെവിക്കുകളെ നമ്മൾ ഏത് പേരിലും വിളിക്കുന്നു? മൈനോറിറ്റി അല്ലെങ്കിൽ ന്യൂനപക്ഷം എന്നും വിളിക്കുന്നു എന്നുള്ള കാര്യം ഓർത്തിരുന്നോണം. ഇനി നിങ്ങൾ ഓർത്തിരുന്നോണം, ഈ രണ്ട് പാർട്ടി ഉണ്ടായി. ഈ പാർട്ടിയെ നയിക്കാൻ നേതാക്കന്മാർ വേണ്ടേ? അപ്പോൾ വലിയ പാർട്ടി ഏതാണ്? വലിയ കഷ്ണം ഏതായിരുന്നു? ബോൾഷെവിക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ പാർട്ടിയെ നയിക്കുവാൻ വേണ്ടി ഒരാളെ കൊണ്ട് പറ്റുമോ? ഇല്ല. അപ്പോൾ ബോൾഷെവിക് എന്ന് പറയുന്ന ഈ വലിയ പാർട്ടിയെ നയിക്കുവാൻ വേണ്ടി രണ്ട് ലീഡേഴ്സ് ഉണ്ടായി. ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. ഒന്ന് ലെനിൻ ആയിരുന്നു. ആരായിരുന്നു? ലെനിൻ ആയിരുന്നു. രണ്ടാമത്തെ ആരായിരുന്നു? ട്രോസ്കി ആയിരുന്നു. ആരാണ്? ലെനിനും ട്രോസ്കിയും ചേർന്നായിരുന്നു ഇത് നയിച്ചത്. ലെനിനും ട്രോസ്കിയും ഏത് പാർട്ടിയുടെ നേതാക്കന്മാരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ബോൾഷെവിക് പാർട്ടിയുടെ നേതാവായിരുന്നു. എന്നാൽ മൈനോറിറ്റി എന്നറിയപ്പെടുന്ന മെൻഷെവിക്കിനെ ഒരാളായിരുന്നു നയിച്ചത്. ഒരാളുടെ പേര് അലക്സാണ്ടർ കെരൻസ്കി എന്നാണ്. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. അപ്പോൾ വേറൊന്നുമില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക. അലക്സാണ്ടർ കെരൻസ്കി എന്ന് പറയുന്ന ആള് ഏത് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പാർട്ടിയാണ്? മെൻഷെവിക്കിന്റെ നേതാവായിട്ടാണ് അദ്ദേഹത്തെ അറിയപ്പെട്ടത്. അദ്ദേഹം മാത്രമല്ലായിരുന്നു നേതാക്കന്മാർ കുറെ ഉണ്ട്. എന്നാലും അറിയപ്പെട്ട നേതാവ് ആരാണ്? അലക്സാണ്ടർ കെരൻസ്കി ആണ്. അപ്പോൾ ആ പേര് നന്നായിട്ട് ഓർത്തിരുന്നോണം. ലെനിനെ നിങ്ങൾക്കൊക്കെ അറിയാം. ലെനിൻ ഏത് പാർട്ടിയുടെ നേതാവായിരുന്നു? ബോൾഷെവിക് പാർട്ടിയുടെ നേതാവായിരുന്നു എന്ന കാര്യം ഓർത്തു വെച്ചിരിക്കണം, മറന്നു പോകരുത്. 1912 സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രണ്ടായിട്ട് പിളരുന്നത്. രണ്ടായിട്ട് പിളർന്ന് ഒന്ന് മെൻഷെവിക് എന്നും ഒന്ന് ബോൾഷെവിക് എന്നും അറിയപ്പെട്ടു. ബോൾഷെവിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിഭാഗം എന്നും, മെൻഷെവിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചെറുത് അല്ലെങ്കിൽ മൈനോറിറ്റി, ന്യൂനപക്ഷം എന്നും അറിയപ്പെട്ടു. ന്യൂനപക്ഷത്തിന് ഒരു ലീഡറെ ഉള്ളായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് അലക്സാണ്ടർ കെരൻസ്കി എന്നായിരുന്നു. എന്നാൽ ബോൾഷെവിക് എന്ന് പറയുന്ന വലിയ പാർട്ടിക്ക് രണ്ട് നേതാക്കന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ ആൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെനിനായിരുന്നു. രണ്ടാമത്തെ ആരായിരുന്നു? ട്രോസ്കി. നോക്കി, ബോൾഷെവിക്കുകൾ അറിയപ്പെട്ട മറ്റൊരു പേരായിരുന്നു എന്തായിരുന്നു? ഭൂരിഭാഗം. അതേപോലെ ഭൂരിപക്ഷം മെൻഷെവിക്കുകളോ അത് ന്യൂനപക്ഷമായിരുന്നു. നമ്മൾ നേരത്തെ പഠിച്ചു. ബോൾഷെവിക്കുകളുടെ നേതാവ് നോക്കിയേ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആരാണ്? ലെനിനും ട്രോസ്കിയുമാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. മെൻഷെവിക്കിന്റെ നേതാവ് ആരായിരുന്നു? അലക്സാണ്ടർ കെരൻസ്കി ആണ് എന്നുള്ള കാര്യവും നമ്മൾ പഠിച്ചു. ഇനി നോക്കിയേ, റഷ്യൻ വിപ്ലവത്തിലേക്ക് നയിക്കാനിടയായ സാമ്പത്തിക മാന്ദ്യം ഉടലെടുക്കുവാനുള്ള കാരണം എന്താണെന്ന്. അപ്പോൾ റഷ്യയിൽ ആദ്യമായിട്ട് ജനങ്ങൾ അല്ലെങ്കിൽ തൊഴിലാളികളും ജനങ്ങളും എല്ലാം ഭരണകൂടത്തിനെതിരെ തെരുവിലിറങ്ങി പ്രവർത്തിക്കുവാൻ കാരണമായ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1905 റഷ്യ ജപ്പാൻ യുദ്ധമായിരുന്നു. റഷ്യയും ജപ്പാനും തമ്മിൽ 1905 നടന്ന യുദ്ധത്തിൽ റഷ്യ പരാജയപ്പെട്ടതോടുകൂടി റഷ്യയിൽ എന്തുണ്ടായി? വലിയ സാമ്പത്തിക മാന്ദ്യമുണ്ടായി. ആർക്കും ഭക്ഷണം കിട്ടാതെ ഒരു അവസ്ഥയിലേക്ക് മാറി. ഈ ഒരു സാഹചര്യം ഗവൺമെന്റിന് അല്ലെങ്കിൽ സർ ചക്രവർത്തിമാർക്ക് പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് മാറി. ഇത് ജനങ്ങളെ എന്ത് ചെയ്തു? തെരുവിലേക്ക് ഇറക്കി. ഈ ഒരു സംഭവമാണ് എവിടെ വിപ്ലവം തുടങ്ങാൻ കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. റഷ്യയിലെ വിപ്ലവത്തിന് തുടങ്ങാനുള്ള സാഹചര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. സാഹചര്യമാണ്, കാരണങ്ങൾ വേറെയാണ്. സാഹചര്യങ്ങളിൽ ഒന്നായിട്ട് നമുക്കിതിനെ പറയാൻ പറ്റും. അപ്പോൾ ഓർത്തോണം, 1905 റഷ്യ ജപ്പാൻ യുദ്ധത്തിൽ ആര് പരാജയപ്പെടുകയാണ് ചെയ്തത്? റഷ്യ പരാജയപ്പെട്ടത് യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ ഈ വിപ്ലവത്തിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യമായിട്ട് നമുക്ക് പറയാം. യുദ്ധ പരാജയത്തെ തുടർന്ന് കടുത്ത സാമ്പത്തിക മാന്ദ്യത്തിലായ റഷ്യയിലെ ജനങ്ങൾ മാർച്ച് നടത്തിയ പട്ടണം. അപ്പോൾ നമ്മൾ ആ ഒരു പട്ടണത്തിന്റെ പേര് ഓർത്തിരുന്നോളം. പട്ടണത്തിന്റെ പേര് പെട്രോഗാഡ് പട്ടണം എന്നാണ്. ഏതാണ്? പെട്രോഗാഡ് പട്ടണം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പെട്രോഗാഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ റഷ്യയുടെ ക്യാപിറ്റൽ നിങ്ങൾക്കറിയാം. ആ ക്യാപിറ്റൽ സിറ്റിയുടെ പേര് മോസ്കോ എന്നാണ്. എന്നാൽ നമ്മുടെ ഈ പറയുന്ന റഷ്യൻ വിപ്ലവ സമയത്തൊക്കെ
സർ ചക്രവർത്തിമാരുടെ ഭരണ കേന്ദ്രം അല്ലെങ്കിൽ ഭരണ തലസ്ഥാനം പെട്രോഗാഡ് എന്ന് പറയുന്ന സ്ഥലമായിരുന്നു. നിലവിൽ ആ സ്ഥലത്തിന്റെ പേര് സെന്റ് പീറ്റേഴ്സ്ബർഗ് എന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് ഒരു പേര് കൂടിയാണ് ആ സ്ഥലത്തിന്റെ പേര്, അല്ലെ? അത് നമ്മുടെ റഷ്യയിലാണ്. അപ്പോൾ ഈ റഷ്യയിലെ സർ ചക്രവർത്തിമാരുടെ തലസ്ഥാനമായ പെട്രോഗാഡ് പട്ടണത്തിലേക്ക് എന്ത് ചെയ്തു? ഈ പറയുന്ന ജനങ്ങളെല്ലാം കൂടെ, പെട്രോഗാഡിലുള്ള ജനങ്ങളെല്ലാം കൂടെ അതിശക്തമായ ഒരു മാർച്ച് അങ്ങോട്ട് നടത്തുകയാണ്, പെട്രോഗാഡിലേക്ക് നടത്തുകയാണ്. അപ്പോൾ പെട്രോഗാഡ് പട്ടണത്തിലേക്ക് വലിയ രീതിയിലുള്ള മാർച്ച് അല്ലെങ്കിൽ കലാപം അല്ലെങ്കിൽ ഒരു മാർച്ച് നടത്താൻ ഇടയായ സാഹചര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടുത്ത സാമ്പത്തിക മാന്ദ്യമായിരുന്നു. എന്തിനെ തുടർന്ന്? ജപ്പാൻ റഷ്യ യുദ്ധത്തെ തുടർന്നുണ്ടായ കടുത്ത സാമ്പത്തിക മാന്ദ്യം. ഇത് രാജാക്കന്മാർക്ക് പരിഹരിക്കാൻ കഴിഞ്ഞില്ല. ഇതിനെ തുടർന്ന് പട്ടിണിയിലായ ജനങ്ങൾ, സ്ത്രീകളടക്കമുള്ള ജനങ്ങൾ എന്ത് ചെയ്തു? പെട്രോഗാഡ് പട്ടണത്തിലേക്ക് എന്ത് ചെയ്യുകയാണ്? മാർച്ച് നടത്തുകയാണ്. അപ്പോൾ പെട്രോഗാഡ് പട്ടണം ഏത് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട സർ ചക്രവർത്തിമാരുടെ തലസ്ഥാനമായിരുന്നു ഏതെന്ന് പറയുന്നത്? പെട്രോഗാഡ് എന്ന് പറയുന്ന സ്ഥലം. ഓക്കെ ആണല്ലോ? മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത കാര്യം എന്താണെന്ന് നോക്കാം. ഓക്കെ, പെട്രോഗാഡ് പട്ടണത്തിലേക്ക് നടത്തിയ മാർച്ചിന്റെ മുദ്രാവാക്യം അല്ലെങ്കിൽ അവരുടെ ആവശ്യം എന്തായിരുന്നു എന്നതാണ്. അപ്പോൾ ഈ മാർച്ചില്, പെട്രോഗാഡ് പട്ടണത്തിലേക്ക് നടത്തിയ ഈ മാർച്ചില് അവിടുത്തെ ജനങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യം നോക്കിക്കേ. റഷ്യയിൽ സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ നീതി നടപ്പിലാക്കുക. ഞാൻ ആദ്യം നിങ്ങളെ ഒരു ചോദ്യം കാണിച്ചായിരുന്നല്ലോ, ആ ചോദ്യത്തിന്റെ ഉത്തരമല്ല ഈ കിടക്കുന്നത്? ആണല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക? റഷ്യയിൽ സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ നീതി നടപ്പിലാക്കുക എന്നത് ഏത് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? റഷ്യൻ വിപ്ലവം. ഈ ഒരു കണ്ടന്റ് ആണ്, ഈ ഒരു ഭാഗത്ത് നിന്നാണ് ആ ചോദ്യം അവിടെ വന്നത്. അപ്പോൾ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു കാര്യം എന്താണ്? റഷ്യയിലെ ജനങ്ങൾ 1905 പെട്രോഗാഡ് പട്ടണത്തിലേക്ക് മാർച്ച് നടത്തിയപ്പോൾ ആ മാർച്ചിൽ അവര് ആവശ്യപ്പെട്ട ആ കാര്യങ്ങൾ എന്തൊക്കെയാണ്? റഷ്യയിൽ സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ നീതി നടപ്പിലാക്കുക എന്നാണ്. സോഷ്യോ എക്കണോമിക്കൽ, പൊളിറ്റിക്കൽ റിഫോംസ് എന്ത് ചെയ്യുക? റഷ്യയിൽ കൊണ്ടുവരിക. ഇതാണ് നമ്മുടെ പരീക്ഷാ ചോദ്യം. അപ്പോൾ ഈ 3 കാര്യം ഓർത്തു വെച്ചിരിക്കുക. ഇത് ഏത് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടതാണ്? റഷ്യൻ വിപ്ലവമായിട്ടാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഏത് വിപ്ലവമായിട്ടാണെന്ന് നമ്മൾ പഠിച്ചു വെച്ച പോലെ തന്നെ ഈ കാര്യം ഓർത്തു വെച്ചിരിക്കുക. അപ്പോൾ പെട്രോഗാഡ് മാർച്ച് നടന്ന വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 1905 ആണെന്നറിയാം. അപ്പോൾ ഡേറ്റോട് ഓർത്തിരിക്കുക. 1905 ജനുവരി മാസം 9-നാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന പെട്രോഗാഡ് മാർച്ച് നടക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ പെട്രോഗാഡ് മാർച്ച് നടന്ന വർഷം 1905 ജനുവരി മാസം 9. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങൾ ഈ കിടക്കുന്ന ചോദ്യമാണ് നമുക്ക് പരീക്ഷയ്ക്ക് നമ്മൾ കണ്ടത് എന്ന കാര്യം ഓർത്തു വെച്ചിരിക്കുക. അപ്പോൾ ഇത് സ്റ്റാർ ആയിട്ട് ഇട്ടേക്കണം. ഈ സ്റ്റാർ ചോദ്യമാണിത്. ഇതാണ് നമ്മൾ പരീക്ഷയ്ക്ക് ചോദിച്ചത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. അടുത്ത എന്താണ് പറയുന്നതെന്ന്. പെട്രോഗാഡ് മാർച്ചിനെ തുടർന്ന് 1905 ജനുവരിയിൽ 9-ഉണ്ടായ കൂട്ടക്കൊല ഏത് പേരിൽ അറിയപ്പെടുന്നു? അവിടെയും ആ ജനുവരി 9 1905. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പെട്രോഗാഡ് മാർച്ചിനെ തുടർന്ന് പെട്രോഗാഡിലേക്ക് വന്ന ജനങ്ങൾക്കെതിരെ വെടിയുതിർക്കുവാൻ വേണ്ടി രാജാവ് ഉത്തരവിടുകയും പെട്രോഗാഡിൽ നടന്ന ജനങ്ങളെ അല്ലെങ്കിൽ അങ്ങോട്ട് വന്ന ജനങ്ങളെ മുഴുവൻ എന്ത് ചെയ്യുകയും ചെയ്തു? പട്ടാളക്കാർ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. ഈ ഒരു സംഭവത്തെ വിളിക്കുന്ന പേരായിരുന്നു ബ്ലഡി സൺഡേ. കേട്ടിട്ടുണ്ടല്ലോ? ബ്ലഡി സൺഡേ, രക്തരൂക്ഷിതമായ ഞായറാഴ്ച. ഇപ്പൊ മനസ്സിലായല്ലോ? രക്തരൂക്ഷിതമായ ഞായറാഴ്ച കേട്ടിട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ ഓർത്തിരിക്കുക, രക്തരൂക്ഷിതമായ ഞായറാഴ്ച ഏത് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സംഭവം ഓർത്തിരിക്കണം. വർഷം എന്നാണ്? 1905 ജനുവരി മാസം എന്നാണ്? ജനുവരി മാസം 9-നാണ് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യം, പെട്രോഗാഡ് മാർച്ചിനെ തുടർന്ന് റഷ്യയിലെ കൂട്ടക്കൊലയെ അറിയപ്പെട്ട പേരായിരുന്നു എന്തെന്ന്? ബ്ലഡി സൺഡേ, രക്തരൂക്ഷിതമായ ഞായറാഴ്ച. പെട്രോഗാഡ് പട്ടണം മുഴുവൻ ചോരയിൽ, അല്ലെ, ചുമന്ന നിറമായിട്ട് മാറുകയാണ്. ചോര കൊണ്ട് കെട്ടിക്കിടക്കുന്ന തളം, ചോരത്തളം ഉണ്ടാകുന്ന ഒരു എന്താണ്, ഒരു വലിയ കോട്ടയാട് പോലെ, ഒരു മുറ്റം പോലെ ആയി. ആ മുറ്റം മുഴുവൻ എന്താണ്? ചോര നിറഞ്ഞു കിടന്നു എന്നാണ് പറയുന്നത്. ഇതേപോലെ ഇന്ത്യയിൽ നടന്ന ഒരു സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, അല്ലെ?
ഇന്ത്യയിലും ഇതേപോലൊരു സംഭവം നടന്നായിരുന്നു. അത് മാർച്ച് ആയിരുന്നോ എന്ന് ചോദിച്ചാൽ മാർച്ച് അല്ലായിരുന്നു, ഒരു സമ്മേളനമായിരുന്നു. ആ സമ്മേളനത്തിന് നേരെ എന്തുണ്ടായി? ബ്രിട്ടീഷുകാരുടെ വെടിവെപ്പുണ്ടായി. കൃത്യം പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ മരിച്ചു പോവുകയും ആ ഗ്രൗണ്ടിൽ മുഴുവൻ എന്താവുകയാണ്? ചോര തളം കെട്ടിക്കിടന്ന് ഉറഞ്ഞു കിടന്ന സ്ഥലമായിട്ട് മാറുകയും ചെയ്തു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചരിത്രം ഇന്ത്യൻ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും. അതേപോലെ ഇവിടെ ഓർത്തു വെച്ചിരിക്കുക. അപ്പോൾ ബ്ലഡി സൺഡേ, രക്തരൂക്ഷിതമായ ഞായറാഴ്ച, 1905 ജനുവരി മാസം 9. ഏത് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട്? റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് 1905 പെട്രോഗാഡ് മാർച്ചിനെ തുടർന്നുണ്ടായ സംഭവമാണ്. കിട്ടിയല്ലോ കാര്യം. അപ്പോൾ റഷ്യൻ വിപ്ലവം നയിക്കുവാൻ വേണ്ടി ഉണ്ടായ തൊഴിലാളി സംഘടന അറിയപ്പെട്ട പേര്. അപ്പോൾ ഈ ഒരു സംഭവത്തെ തുടർന്ന്, ഈ പെട്രോഗാഡ് മാർച്ചിലെ ജനങ്ങളുടെ കൂട്ടക്കൊലയെ തുടർന്ന് റഷ്യയിലെ മുക്കിലും മൂലയിലും എല്ലാം എന്തായി? ജനരോക്ഷം ഉടലെടുത്തു തുടങ്ങി. അങ്ങനെ റഷ്യയിലെ ഈ തൊഴിലാളികൾ, മുക്കിലെ മൂലയിലെ എല്ലാം ഉള്ള തൊഴിലാളികൾ എന്ത് ചെയ്യുകയാണ്? സംഘടിക്കുകയാണ്. അങ്ങനെ രാഷ്ട്രത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ചില തൊഴിലാളി സംഘടനകൾ ഉണ്ടായി. ആ തൊഴിലാളി സംഘടനകളെ വിളിച്ച പേരായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആ പേര്, സോവിയറ്റ് യൂണിയൻ എന്നാണല്ലോ നമ്മൾ കേട്ടിട്ടുള്ളത്. ശീത സമരവും കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ സോവിയറ്റ് എന്ന പേര് ഈ തൊഴിലാളി സംഘടനകളുടെ ആയിരുന്നു. അപ്പോൾ രാഷ്ട്രത്തിന്റെ പല ഭാഗങ്ങളിലായിട്ടുണ്ടായ ചെറിയ ചെറിയ തൊഴിലാളി സംഘടനകളെ അറിയപ്പെട്ട പേരെന്തായിരുന്നു? സോവിയറ്റ് ആയിരുന്നു. ഏറ്റവും കൂടുതൽ സോവിയറ്റുകൾ ഉണ്ടാകാനുള്ള കാരണം എന്തായിരുന്നു? അത് ബ്ലഡി സൺഡേ ആയിരുന്നു, രക്തരൂക്ഷിതമായ ഞായറാഴ്ചയായിരുന്നു എന്ന കാര്യം കൂടെ ഓർത്തു വെച്ചിരിക്കുക. അടുത്ത കണ്ടന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ശക്തമായ എതിർപ്പിനെ തുടർന്ന് തൊഴിലാളികൾക്ക് പ്രാധാന്യം ലഭിക്കുവാൻ വേണ്ടി റഷ്യയിൽ ഉണ്ടായ പാർലമെന്റ്. അപ്പോൾ മനസ്സിലായല്ലോ, രാഷ്ട്രത്തിൽ അല്ലെങ്കിൽ രാജ്യത്ത് മുഴുവൻ തൊഴിലാളികൾ സംഘടിച്ചു. ഈ ചെറിയ തൊഴിലാളികളെല്ലാം കൂടെ ചേർന്നപ്പോൾ രാജാവിന് ഭീഷണിയായി. ഇവരുടെ ആവശ്യം എന്തായിരുന്നു? ജനങ്ങൾക്ക് വേണ്ടി എന്തുണ്ടാക്കണം? ഒരു പാർലമെന്റ് ഉണ്ടാക്കണം എന്നായിരുന്നു. അങ്ങനെ റഷ്യയിലെ സർ ചക്രവർത്തിമാർ ഉണ്ടാക്കിയ പാർലമെന്റിനെ അറിയപ്പെട്ട പേര് അത് ഡ്യൂമ എന്നായിരുന്നു. എന്താണ്? ഡ്യൂമ എന്ന പാർലമെന്റ്. അതെവിടെയായിരുന്നു? റഷ്യയിലായിരുന്നു എന്ന് ഓർത്തു വെച്ചിരിക്കും. അത് പരീക്ഷയ്ക്ക്, പണ്ടത്തെ പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു. അപ്പൊ അടുത്ത നോക്കി, സർ ചക്രവർത്തിമാരുടെ ഭരണം റഷ്യയിൽ അവസാനിക്കാനിടയായ സാഹചര്യം എന്തായിരുന്നു എന്നാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സാഹചര്യത്തിൽ തൊഴിലാളികളൊക്കെ എന്തായി മാറി? നല്ല ശക്തമായിട്ട് മാറുകയാണ് ചെയ്തത്. റഷ്യയിലെ എല്ലാ ഭാഗങ്ങളിലും തൊഴിലാളികൾക്ക് വലിയ പ്രാധാന്യമുണ്ടായി. ഏതാശയമാണ് തൊഴിലാളികൾക്ക് പ്രാധാന്യം കൊടുക്കണമെന്ന് പറഞ്ഞത്? അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതിന്റെ കൂട്ട് തന്നെ മാർക്സിസ്റ്റ് ആശയമാണെന്ന് ഓർത്തിരിക്കുക. റഷ്യയിൽ മുഴുവൻ മുന്നോട്ട് കൊണ്ടുപോയത് മാർക്സിസ്റ്റ് ആശയത്തിലാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ പറയുന്ന മാർക്സിസ്റ്റ് ആശയത്തെ തുടർന്ന് റഷ്യയിലെ തൊഴിലാളികളെല്ലാം എന്തായി? സർവശക്തരായിട്ടിരിക്കുന്ന സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? 1914 ലോകത്തുണ്ടായ വലിയൊരു സംഭവം നിങ്ങൾക്ക് അറിയാം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1914 ലോകത്ത് 1-ാം ലോക മഹായുദ്ധം ആരംഭിക്കുകയാണ് അല്ലെ. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ കിരാത സംഭവം എന്ന് വിശേഷിപ്പിച്ച 1-ാം ലോക മഹായുദ്ധം ആരംഭിക്കുകയാണ്. അതിനകത്തിൽ ഒരു സഖ്യകക്ഷിയിൽ ആരുണ്ടായിരുന്നു? അതിനകത്തിലൊരു സംഘത്തില് നമ്മുടെ റഷ്യ ഉണ്ടായിരുന്നു. അന്ന് ഈ പറയുന്ന ഡ്യൂമയിലെ ജനങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ ഡ്യൂമയിലെ മറ്റ് പ്രതിനിധികൾ പറഞ്ഞു, റഷ്യ ഒരു കാരണവശാൽ 1-ാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കാൻ പാടില്ല. എന്നാൽ ഇവരുടെ വാക്കിനെ എതിർത്തുകൊണ്ട് സർ ചക്രവർത്തിമാർ എന്ത് ചെയ്തു? 1-ാം ലോക മഹായുദ്ധത്തിൽ റഷ്യ എന്ത് ചെയ്തു? പങ്കെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്കറിയാലോ ഏത് സഖ്യത്തിലായിരുന്നു ഉണ്ടായിരുന്നെന്ന്. അപ്പോൾ 1-ാം ലോക മഹായുദ്ധത്തിൽ റഷ്യ പങ്കെടുത്തു. ആരുടെയായിരുന്നു എന്നെല്ലാം നിങ്ങൾ നമ്മുടെ ലോക ചരിത്രം പഠിക്കുമ്പോൾ അറിയാം. റഷ്യ സപ്പോർട്ട് ചെയ്ത ഒരു രാജ്യത്തെയാണ് ആര് കയറി ആക്രമിച്ചത്? ഓസ്ട്രിയ കയറി ആക്രമിച്ച കഥയൊക്കെ നിങ്ങൾക്ക് അറിയാം. അങ്ങനെ റഷ്യ, ബ്രിട്ടൻ, ഫ്രാൻസ് എന്നിവർ ഒരു ടീമായിട്ട് വന്ന കഥ നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ ആ കഥ തന്നെ. അപ്പോൾ ഡ്യൂമയുടെ എതിർപ്പിനെ തുടർന്ന് എന്ത് ചെയ്തു? ഈ പറയുന്ന റഷ്യയിലെ സർ ചക്രവർത്തിമാർ 1-ാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തതാണ് എന്തിന്റെ തകർച്ചയ്ക്ക് നമുക്ക് പറയാൻ പറ്റുന്ന കാരണമായത്. സർ ചക്രവർത്തിമാരുടെ ഭരണത്തിന്റെ അടിത്തറ ഇളക്കാനിടയായ സംഭവം ഇതായിരുന്നു. നോക്കിയേ, ഡൂമയുടെ എതിർപ്പിനെ തുടർന്ന് വകവെക്കാതെ നിക്കോളാസ് രണ്ടാമൻ 1-ാം ലോക മഹായുദ്ധത്തിൽ രാജ്യത്തിനെ പങ്കെടുപ്പിച്ചതായിരുന്നു ഈ പറയുന്ന ഇതിന്റെ തകർച്ചയ്ക്ക് കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അടുത്ത നോക്കിയോ, ഭക്ഷ്യക്ഷാമം ഉടലെടുത്ത റഷ്യയിൽ സ്ത്രീകൾ പെട്രോഗാഡിലേക്ക് മാർച്ച് നടത്തിയ വർഷം.
അപ്പോൾ സംഭവം ഇതാണ്, ഇതിനിടയിൽ ധാരാളം കണ്ടന്റും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ എന്താണെന്ന് ഓർത്തു വെച്ചിരിക്കുക, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയുന്നതെന്ന് പറയുള്ളൂ. ഭക്ഷ്യക്ഷാമം, ഇപ്പൊ യുദ്ധത്തിൽ പങ്കെടുത്തു ഉള്ള പണം മൊത്തവും രാജ്യം എന്തിനു വേണ്ടി ചെലവഴിക്കുകയാണ്? യുദ്ധത്തിന് വേണ്ടി, ആയുധങ്ങൾ നിർമ്മിക്കുവാൻ, ആയുധങ്ങൾ വാങ്ങുവാൻ വേണ്ടി പണം മൊത്തവും ചെലവഴിക്കുകയാണ്. അപ്പോൾ ഇതേ തുടർന്ന് രാഷ്ട്രത്തിൽ എന്തില്ല, പണമില്ലാതാവുകയും ജനങ്ങൾ വീണ്ടും എന്തായി, പട്ടിണിയിലേക്ക് കടക്കുകയും ചെയ്തു. ഭക്ഷ്യക്ഷാമം, ഒരു തുള്ളി വെള്ളം കിട്ടാതില്ലാതെ, ആഹാരം കിട്ടാനില്ലാതെ റഷ്യയിലെ ജനങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി, വലയാൻ തുടങ്ങി. ഈ സാഹചര്യമാണ് എങ്ങിലേക്ക് നയിച്ചത്, അടുത്ത ഒരു മാർച്ച്, പെട്രോഗാഡിലെ ഒരു മാർച്ചിലേക്ക് നയിച്ചത്. അങ്ങനെ അടുത്ത മാർച്ച് 1917 മാർച്ച് 8-നായിരുന്നു. എന്നായിരുന്നു? 1917 മാർച്ച് 8-നായിരുന്നു ഒന്നാം ലോക മഹായുദ്ധത്തിൽ റഷ്യ പങ്കെടുത്തതിനെ തുടർന്ന് റഷ്യയിലുണ്ടായ സാമ്പത്തിക മാന്ദ്യത്തിനെതിരെ ജനങ്ങളെല്ലാവരും, സ്ത്രീകളെല്ലാവരും ചേർന്ന് എങ്ങോട്ട് യാത്ര നടത്തി, എങ്ങോട്ടൊരു മാർച്ച് നടത്തി? വീണ്ടും പെട്രോഗാഡ് പട്ടണത്തിലേക്ക് ഒരു മാർച്ച് നടത്തുകയുണ്ടായി. തൊഴിലാളികളും സമരാനുകൂലികളും ചേർന്ന് എന്ത് പിടിച്ചെടുത്തു? ഈ പറയുന്ന പെട്രോഗാഡ് പട്ടണം പിടിച്ചെടുത്ത വർഷം 1917 മാർച്ച് 12. അപ്പോൾ മാർച്ച് 8-ന് എന്തു സംഭവിക്കുന്നു? ഒരു മാർച്ച് നടത്തുന്നു. ഈ മാർച്ച് വിജയകരമായ ദിവസം 12-ാം തീയതിയാണ്, മാർച്ച് 12-ന്. മാർച്ച് 12 ആയപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന സർ ചക്രവർത്തിമാരുടെ ഭരണ സ്ഥിരാകേന്ദ്രം ഇരിക്കുന്ന പെട്രോഗാഡ് പട്ടണം ഈ പറയുന്ന വിമതരുടെ കയ്യിൽ, തൊഴിലാളികളുടെ കയ്യിൽ, അല്ലെങ്കിൽ റഷ്യയിലെ സാധാരണ ജനങ്ങളുടെ കയ്യിലേക്ക് എത്തി. ഇതിന് കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ആദ്യം തന്നെ ഈ മാർച്ച് പുറപ്പെട്ട് വന്ന സമയത്ത് ഈ രാജാക്കന്മാരുടെ പട്ടാളക്കാർ ആദ്യം ഇവരെ എതിർത്തുവെങ്കിലും, ആദ്യം 2 ദിവസമൊക്കെ എതിർത്തെങ്കിലും പിന്നെ ഇവർക്ക് മനസ്സിലായി സാധാരണ ജനങ്ങളുടെ കൂടെ ഇന്ന് കഴിഞ്ഞാൽ എന്ത് കിട്ടത്തുള്ളൂ, എന്തെങ്കിലും മാറ്റം ഉണ്ടാകത്തുള്ളൂ. കാരണം ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കാൻ പോയ പല പട്ടാളക്കാരും എന്ത് ചെയ്തു, മരണപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ഈ പട്ടാളക്കാർക്കും സർ ചക്രവർത്തിമാരുടെ ഈ നിലപാടിൽ എന്തുണ്ടായിരുന്നു, എതിർപ്പുണ്ടായിരുന്നു. അങ്ങനെ ഭൂരിഭാഗം പട്ടാളക്കാരും ഈ ജനങ്ങളുടെ കൂടെ സംഘടിക്കുകയും എന്ത് ചെയ്യുകയും ചെയ്തു, രാജാവിനെതിരാവുകയും പെട്രോഗാഡ് പട്ടണം എന്ത് ചെയ്തു, പിടിച്ചെടുക്കുകയും ചെയ്തു. ഡേറ്റ് 1917 മാർച്ച് മാസം 12. അപ്പോൾ ലോകത്ത് എന്ത് നടക്കുകയാണ്? ഒന്നാം ലോക മഹായുദ്ധം നടക്കുകയാണ്. അപ്പോൾ ഓർത്തിരുന്നോണം, ഒന്നാം ലോക മഹായുദ്ധം വേളയിൽ ലോകത്ത് നടന്ന വിപ്ലവം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റഷ്യൻ വിപ്ലവമായിരുന്നു. മറന്നു പോകരുത്. അപ്പോൾ ഇത്രയും കാര്യമാണ് അവിടെ നിന്ന് നമുക്ക് കിട്ടേണ്ടത്. ഇനി റഷ്യയിൽ നിക്കോളാസ് രണ്ടാമന്റെ ഭരണം അവസാനിക്കാൻ കാരണമായ സംഭവം, അത് ഫെബ്രുവരി റവല്യൂഷൻ അല്ലെങ്കിൽ ഫെബ്രുവരി വിപ്ലവം. ഓൾറെഡി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഫെബ്രുവരി വിപ്ലവം ഏത് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് വിപ്ലവമാണ്? റഷ്യൻ വിപ്ലവമാണ്. അത് സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചു വെക്കാം. നിലവിൽ റഷ്യ ഭരിക്കുന്നത് ആരാണ്? നിക്കോളാസ് രണ്ടാമനാണെന്ന് നിങ്ങൾക്കറിയാം. നിക്കോളാസ് രണ്ടാമന്റെ ഭരണം വളരെ മോശമായി. ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത് രാജ്യത്ത് തിന്നാനോ കുടിക്കാനോ ഒന്നുമില്ലാത്ത അവസ്ഥയായിട്ടിരിക്കുന്ന സാഹചര്യം. ഈ സാഹചര്യത്തിൽ ജനങ്ങൾ മുഴുവൻ ഇദ്ദേഹത്തിനെതിരായി. അങ്ങനെ എന്തു ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റഷ്യയിലെ ഈ പറയുന്ന സോവിയറ്റുകളും വർക്കേഴ്സ് യൂണിയൻസ് എല്ലാവരും കൂടെ ചേർന്ന് നിക്കോളാസ് രണ്ടാമനെ ഭരണത്തിൽ നിന്നും അടിച്ചു വെളിയിലേക്ക് കളയുകയാണ്. അപ്പോൾ വിപ്ലവം എന്നുള്ള വാക്കിന് അർത്ഥം എന്താണ്? മാറ്റം എന്നാണ്. എന്താണ് വാക്കിന് അർത്ഥം? മാറ്റം. ആര് മാറണം? നിക്കോളാസ് രണ്ടാമൻ മാറണം. ഭരണത്തിൽ നിന്നും മാറിയിട്ട് ആരധികാരത്തിൽ വരണം? നമ്മൾ നേരത്തെ നേതാക്കന്മാരുടെ പേര് പഠിച്ചായിരുന്നു, ബോൾഷെവിക്കിന്റെയും മെൻഷെവിക്കിന്റെയും. ഈ പാർട്ടിയിൽ, ഈ 2 പാർട്ടിയിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ നേതാവായിരിക്കും പുതിയതായിട്ട് റഷ്യയിൽ അധികാരത്തിൽ വരുന്നത്. ആണല്ലോ, കണ്ടന്റ് അങ്ങനെ ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ സംഭവം ഇപ്പം ആരെ മാറ്റാൻ പോവുകയാണ്? നമ്മളുടെ സ്വന്തം നിക്കോളാസ് രണ്ടാമനെ കസേരയിൽ നിന്നോ ചെവിക്ക് പിടിച്ച് അങ്ങോട്ട് മാറ്റിയിരുത്തിയിട്ട് പുതിയതായിട്ട് ഒരാളെ അവിടെ കയറ്റിയിരുത്തുകയാണ്. അത് നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചു. വലിയ പാർട്ടിയുടെ അല്ല, ചെറിയ പാർട്ടിയുടെ, മെൻഷെവിക് എന്ന് പറയുന്ന പാർട്ടിയുടെ തലവൻ ആരായിരുന്നു? അലക്സാണ്ടർ കെരൻസ്കി എന്ന് പറയുന്ന ഒരു വ്യക്തി. അദ്ദേഹമായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ആയിരുന്നില്ല ആദ്യത്തെ ഈ പറയുന്ന അധികാരത്തിലേക്ക് എത്തിയത്. അത് നമുക്ക് നോക്കാം. ഫെബ്രുവരി വിപ്ലവത്തെ തുടർന്ന് അധികാരത്തിലെത്തിയത് മെൻഷെവിക്കുകളാണ്. നോക്കി, ജോർജി എൽവോവ് എന്ന് പറയുന്ന ഒരാളുടെ പേര് നിങ്ങൾക്ക് ഓർത്തു വെച്ചിരിക്കണം. ഇദ്ദേഹമായിരുന്നു ഈ പറയുന്ന ഫെബ്രുവരി വിപ്ലവത്തെ തുടർന്ന് റഷ്യയുടെ എന്തായിട്ട് മാറിയത്? ആദ്യത്തെ പ്രധാന പ്രസിഡന്റ് ആയിട്ട് മാറിയത്. അപ്പോൾ റഷ്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ജോർജി എൽവോവ് ആണ്. 17 മാർച്ച് 15 മുതൽ ജൂലൈ 20 വരെ അദ്ദേഹമായിരുന്നു. അപ്പോൾ നോക്കിയേ, 15 മാർച്ച് മുതൽ ജൂലൈ 20 വരെ ആരായിരുന്നു? ജോർജി എൽവോവ് ആയിരുന്നു റഷ്യയുടെ പ്രസിഡന്റ്. എന്നാൽ വളരെ പ്രധാനപ്പെട്ട കാര്യം, കണ്ടന്റ് ഓർത്തു വെച്ചിരിക്കുക.
മെൻഷെവിക്കിന്റെ നേതാവായി രണ്ടാമതായി അല്ലെങ്കിൽ ഏറ്റവും ശക്തമായിട്ട് ഈ പറയുന്ന ജോർജിയൽവോവിന്റെ ഭരണമൊന്നും വലിയ പ്രാധാന്യമുള്ളതല്ലായിരുന്നു. എന്നാൽ മെൻഷെവിക്കിന്റെ പ്രധാനപ്പെട്ട നേതാവ് ആരായിരുന്നു? അലക്സാണ്ടർ കെരൻസ്കി. അലക്സാണ്ടർ കെരൻസ്കി എങ്ങോട്ട് കയറിയിരുന്നു? റഷ്യയുടെ പ്രസിഡന്റ് ആയിട്ട് മാറുകയാണ് ഉണ്ടായത്. അപ്പോൾ റഷ്യയിലെ പ്രസിഡന്റ് ആയിട്ട് മാറി. അപ്പോൾ ഓർത്തു വെച്ചിരിക്കുക, ഇത്രയെങ്കിലും ഓർത്തു വെച്ചിരിക്കണം. അപ്പോൾ നിക്കോളാസ് രണ്ടാമനെ പുറത്താക്കിയതിനു ശേഷം ആരധികാരം പിടിച്ചു? മെൻഷെവിക്കുകൾ അധികാരം പിടിച്ചതിനെ നമ്മൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഫെബ്രുവരി വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഫെബ്രുവരി വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നു. അത് മാർച്ച് മാസത്തിലാണ്. നമ്മുടെ കലണ്ടറും അവരുടെ കലണ്ടറും തമ്മിൽ വ്യത്യാസം ഉണ്ടാകണം, അത് ഓർത്തു വെച്ചേക്കണം. മാർച്ച് 15 മുതലാണ് ഇദ്ദേഹം ആര് അധികാരത്തിൽ വരുന്നത്? ജോർജി എൽവോവ് അധികാരത്തിൽ വരുന്നത്. അതിനുശേഷം ആര് വരികയാണ്? അലക്സാണ്ടർ കെരൻസ്കി വരികയാണ്. ഓപ്ഷനകത്തിൽ അലക്സാണ്ടർ കെരൻസ്കിയെ കണ്ടാലും ശരി കൊടുത്തേക്കണം. അദ്ദേഹം ശരിയാണ്, ശരിയായ ഉത്തരം കൂടിയാണ്, അത് ഓർത്തു വെച്ചിരിക്കുക. റഷ്യയിലെ ആദ്യമായിട്ട് മെൻഷെവിക്കിന്റെ നേതാവായി അല്ലെങ്കിൽ ഭരണത്തിലേക്ക് എത്തിയ നേതാവ് ആരാന്ന് ചോദിച്ചാൽ അലക്സാണ്ടർ കെരൻസ്കി ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ ഉത്തരം ശരിയാണ്. ജോർജി എൽവോവ് ഉണ്ടെങ്കിൽ അദ്ദേഹമാണ് ശരി. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് പോകാം. സോവിയറ്റുകളുടെ എതിർപ്പിനെ തുടർന്ന് റഷ്യയിൽ മെൻഷെവിക്കുകളുടെ ഭരണം അവസാനിച്ചു, അറിയാലോ. അപ്പോൾ ഈ മെൻഷെവിക്കുകൾ അധികാരത്തിൽ വന്ന് അലക്സാണ്ടർ കെരൻസ്കി അധികാരത്തിൽ ഇരിക്കുകയാണ്. പക്ഷേ ഇവർ ഈ പറയുന്ന റഷ്യയിൽ യാതൊരു മാറ്റവും കൊണ്ടുവന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പൊ കൊണ്ടുവരാൻ പറ്റാത്തെന്ന് ചോദിച്ചാൽ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും പിന്മാറണം എന്നതായിരുന്നു ആദ്യത്തെ ആവശ്യം. അത് നടന്നില്ല. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും റഷ്യ പിന്മാറി. മെൻഷെവിക്കുകൾ ഭരിക്കുകയാണ്, എന്നാൽ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറിയില്ല. മുതലാളികൾക്കാണ് കൂടുതൽ പ്രാധാന്യം. ആ പ്രാധാന്യം കുറയ്ക്കുവാൻ മെൻഷെവിക്കുകൾക്ക് പറ്റിയതുമില്ല. റഷ്യയിലെ സാമ്പത്തിക സാമൂഹിക സ്ഥിതിക്ക് മാറ്റവും ഉണ്ടായിരുന്നില്ല. പൊതുവെ രാജ്യത്തുള്ള മറ്റു പ്രദേശത്തുള്ള സോവിയറ്റുകൾ മുഴുവൻ ആർക്കെതിരായിട്ട് മാറുകയാണ്? മെൻഷെവിക്കുകൾക്ക് എതിരാവുകയും ബോൾഷെവിക്കുകൾക്ക് സപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കൃത്യമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ആശയം, മാർക്സിസ്റ്റ് ആശയം ഉള്ളത് ബോൾഷെവിക്കുകൾക്കാണ്. അപ്പോൾ ഈ ബോൾഷെവിക്കുകളെ എന്ത് ചെയ്യുക? അധികാരത്തിലേക്ക് കൊണ്ടെത്തിക്കുക എന്നതായിരുന്നു ഇനി ഈ റഷ്യയിലെ സോവിയറ്റുകളുടെ ലക്ഷ്യം എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അങ്ങനെ തുടർന്ന് ലെനിന്റെ നേതൃത്വത്തിലുള്ള, കണ്ടോ, ഇദ്ദേഹത്തിന്റെ അവസാനം നമ്മൾ ഓർത്തു വെച്ചിരിക്കുക, ഫെബ്രുവരി റവല്യൂഷൻ നടന്നു. അതിൽ നിന്നും അലക്സാണ്ടർ കെരൻസ്കി അധികാരത്തിൽ വന്നു. ആരെ പുറത്താക്കി? നിക്കോളാസ് രണ്ടാമനെ പുറത്താക്കിയിട്ട് അലക്സാണ്ടർ കെരൻസ്കി അധികാരത്തിൽ വന്നു. നമ്മൾ ഏത് വിപ്ലവം എന്ന് വിളിച്ചു? ഓക്കെ, ഫെബ്രുവരി റവല്യൂഷൻ. നിലവിൽ ആരാണ് അധികാരത്തിലിരിക്കുന്നത്? ഇപ്പോൾ നമ്മൾ അധികാരത്തിലിരിക്കുന്ന ആരുടെ പേരാണ്? കെരൻസ്കിയാണ്. ഈ കെരൻസ്കി വലിയ മാറ്റങ്ങളൊന്നും റഷ്യയിൽ കൊണ്ടുവരാത്തത് കൊണ്ട് ജനങ്ങൾ മൊത്തവും ഇവർക്ക് എതിരായി മാറി. അതുകൊണ്ട് തന്നെ ബോൾഷെവിക്കുകൾ അധികാരത്തിൽ വരാൻ തുടങ്ങി. അല്ലെങ്കിൽ ഈ പറഞ്ഞ സോവിയറ്റുകൾ മുഴുവൻ ഈ മെൻഷെവിക്കുകളെ പുറത്താക്കി. അതിനുശേഷം ആരധികാരത്തിലേക്ക് വന്നു? വലിയ പാർട്ടി, മെജോറിറ്റി എന്നറിയപ്പെട്ട ബോൾഷെവിക്കുകൾ റഷ്യ പിടിച്ചെടുത്തു. ഈ മാറ്റത്തെയാണ് നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നത്? ഒക്ടോബർ വിപ്ലവം എന്ന പേരിൽ വിളിക്കുന്നത്. ഏത് പേരിൽ വിളിക്കുന്നു? ഒക്ടോബർ വിപ്ലവം. അപ്പോൾ കണ്ടന്റ് കിട്ടിയല്ലോ. ഫെബ്രുവരി വിപ്ലവം, ഒക്ടോബർ വിപ്ലവം, മെൻഷെവിക് വിപ്ലവം, ബോൾഷെവിക് വിപ്ലവം എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്ന വിപ്ലവങ്ങൾ ഏത് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടതാണ്? റഷ്യൻ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടതാണ്. കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഓക്കെ ആണെന്ന് വിചാരിക്കുകയാണ്. ഒക്ടോബർ വിപ്ലവം 1917 ഒക്ടോബർ മാസം 25-ന്. യഥാർത്ഥത്തിൽ ഏത് മാസമാണ്? നവംബർ ആണ്. നവംബർ മാസത്തിലാണ്. അതായത് നമ്മുടെ കലണ്ടർ അനുസരിച്ച്, നിലവിലുള്ള കലണ്ടർ അനുസരിച്ചാണെങ്കിൽ അത് നവംബർ മാസത്തിലാണ്. റഷ്യൻ കലണ്ടർ മറ്റൊരു കലണ്ടറിനേക്കാൾ ഒരു മാസം പുറകിലായതുകൊണ്ടാണ് അത് ഒക്ടോബർ ആയിട്ട് വന്നത്. ഓർത്തു വെച്ചേക്കണം. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണെന്നും എനിക്കറിയാം. അപ്പോൾ ഇത്തരം കാര്യം മനസ്സിലായെന്ന് വിചാരിച്ചു. റഷ്യൻ വിപ്ലവത്തിന്റെ അനന്തരഫലങ്ങൾ, അതായത് ഓർത്തു വെച്ചിരിക്കുക, റഷ്യൻ വിപ്ലവത്തിന്റെ അനന്തരഫലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആരാണ് റഷ്യ പിടിച്ചു വെച്ചിരിക്കുന്നത്? ബോൾഷെവിക്കുകളുടെ കയ്യിലേക്ക് വന്നു. അതിശക്തമായ കമ്മ്യൂണിസ്റ്റ് ആശയം, മാർക്സിസ്റ്റ് ആശയമാണ് ഇവരുടെ കയ്യിൽ. കാൾ മാർക്സിന്റെ ആശയങ്ങൾ മൊത്തം ക്യാപിറ്റലിനകത്ത് പറയുന്ന എല്ലാ ആശയങ്ങളും ആരുടെ ഉള്ളിലുണ്ട്? ബോൾഷെവിക്കുകളുടെ കയ്യിലുണ്ട്. അങ്ങനെ ലെനിൻ റഷ്യയുടെ അധികാരത്തിലേക്ക് വരികയും ലെനിൻ ആവശ്യപ്പെട്ട കാര്യം, അദ്ദേഹം വേറൊരു രാജ്യത്തായിരുന്നു, സ്വിറ്റ്സർലൻഡിൽ നിന്നുമാണ് അദ്ദേഹം വരുന്നത്. അവിടെ നിന്ന് വന്ന് അദ്ദേഹം റഷ്യയിലെ ജനങ്ങളോട് അല്ലെങ്കിൽ മെൻഷെവിക്കുകളോട് ആവശ്യപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ അദ്ദേഹം അധികാരത്തിൽ വന്നപ്പോൾ എന്ത് ചെയ്തു? സാധിച്ചെടുത്തു. ഇതായിരുന്നു റഷ്യൻ വിപ്ലവത്തിന്റെ അനന്തരഫലങ്ങൾ എന്ന് പറയുന്നത്. റഷ്യൻ വിപ്ലവത്തിന്റെ അനന്തരഫലങ്ങൾ നോക്കിയേ. റഷ്യ ഒന്നാം ലോക വിപ്ലവത്തിൽ നിന്നും പിന്മാറി.
2 പൊതു ഉടമസ്ഥതയ്ക്ക് പ്രാധാന്യം നൽകി. നിങ്ങൾക്കറിയാം നമ്മൾ നേരത്തെയൊക്കെ പഠിക്കുന്ന സമയത്ത് ലോകത്ത് 3 തരത്തിലുള്ള എക്കോണമിയെ പറ്റിയായിരുന്നു പഠിക്കുന്നത് അല്ലെ? സോഷ്യലിസ്റ്റ് എക്കോണമി, ക്യാപിറ്റൽ എക്കോണമി, അതേപോലെ തന്നെ മിക്സഡ് എക്കോണമി. അപ്പോൾ സോഷ്യലിസ്റ്റ് എക്കോണമിക്ക് നമ്മളെല്ലാവരും ഉദാഹരണം പറയാറുണ്ട് റഷ്യ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ. പൊതു ഉടമസ്ഥതയ്ക്ക്, അതായത് മൊത്തം കാര്യങ്ങളും ഗവൺമെന്റിന്റെ അണ്ടറിലാക്കി മാറ്റി. ഉള്ള സ്ഥലങ്ങളും ബ്രിട്ടീഷുകാരുടെയും മറ്റു യൂറോപ്യന്മാരുടെയും ഒക്കെ കയ്യിലുണ്ടായിരുന്ന സ്ഥലങ്ങൾ മുഴുവൻ ഗവൺമെന്റ് പിടിച്ചെടുത്തു, ഫാക്ടറികൾ പിടിച്ചെടുത്തു, സ്ഥാപനങ്ങൾ മുഴുവൻ ഗവൺമെന്റിന്റെ അണ്ടറിലാക്കി മാറ്റി. ഇനി കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കി. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സാധനമാണ് ആണല്ലോ. ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറഞ്ഞ ഒരു സാധനം കൊണ്ടുവന്ന ഓർമ്മയുണ്ടല്ലോ, പ്ലാനിംഗ് കമ്മീഷൻ. അങ്ങനെ 5 വത്സര പദ്ധതികളൊക്കെ 1950 എന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു വർഷമാണ്. പ്ലാനിംഗ് കമ്മീഷൻ ഇത് എവിടെ നിന്നാണ് നമ്മൾ കടമെടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് റഷ്യയിൽ നിന്നാണ്. അപ്പോൾ കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കി. അടുത്തത് സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ പുരോഗതി കൈവരിച്ചു. നമുക്കറിയാം നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ രാഷ്ട്രത്തിലുണ്ടായ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്ന് നിങ്ങൾ പഠിക്കുമ്പോൾ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ഉണ്ടായ പുരോഗതി പഠിച്ചിട്ടില്ലേ? ഇതും നമ്മൾ എവിടെ നിന്ന് അടിച്ചുകൊണ്ട് വന്നതാണ്? ഇത് നമ്മൾ റഷ്യയുടെ മാതൃകയിൽ തന്നെ ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്തതാണ്. സ്പുട്നിക്കിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാലോ, സ്പുട്നിക് അലൈക്ക എന്നുള്ള പട്ടി, ഇതിനൊക്കെ കാര്യം ഓർത്താൽ മതി. ഇതെല്ലാം റഷ്യയുടെ കാര്യമാണ്, ഓർത്തിരിക്കുക. സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ എന്ത് കൊണ്ടുവന്നു? മാറ്റം കൊണ്ടുവന്നു. പ്ലാനിംഗ് കമ്മീഷൻ, ആ ഒരു സാധനം റഷ്യയിലാണ്. അതാണ് സാമ്പത്തികം എന്ന് പറയുന്നത്, ഓർത്തു വെച്ചിരിക്കുക. അപ്പോൾ 1922 ഡിസംബർ 3 USSR രൂപം കൊണ്ടു. അപ്പോൾ ഇന്ന് കാണുന്ന നമ്മുടെ റഷ്യയല്ല, പഴയ റഷ്യയാണല്ലോ USSR. ആ പറയുന്ന എല്ലാ പ്രദേശത്തിലുള്ള ചെറിയ 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 സോവിയറ്റുകൾ, തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ചെറിയ പ്രൊവിൻസൻസുകൾ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് എന്താക്കി മാറ്റി? USSR രൂപം കൊണ്ടു. USSRന്റെ തകർച്ചയ്ക്ക് കാരണമായ സംഭവം നിങ്ങൾക്ക് അറിയാലോ. മിഖായിൽ ഗോർബച്ചേവ് കൊണ്ടുവന്ന ആ ശീത സമരത്തെ തുടർന്ന് മിഖായിൽ ഗോർബച്ചേവ് കൊണ്ടുവന്ന 2 പരിഷ്കാരങ്ങൾ, ആ സാധനം ഓർത്തു വെച്ചേക്കണം. ഗ്ലാസ്നോസ്തയും പെരിസ്ട്രോയിക്കയുടെ കാര്യം നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അടുത്തത് പുതിയ ഭരണഘടന നിലവിൽ വന്നു. റഷ്യയിൽ എന്ത് ചെയ്തു? പുതിയൊരു ഭരണഘടന നിലവിൽ വന്നു. ലോകത്തെല്ലായിടത്തും ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇമ്പാക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. റഷ്യൻ വിപ്ലവത്തിന്റെ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇതാണ്. ലോകത്തെല്ലായിടത്തും സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പ്രചരിക്കാൻ കാരണമായി. ലോകത്ത് മുഴുവൻ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പ്രചരിക്കാൻ ഇടയായ വിപ്ലവം ഏതാന്ന് ചോദിച്ചാൽ അതും ഏതാണ്? റഷ്യൻ വിപ്ലവമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് റഷ്യൻ വിപ്ലവത്തെ പറ്റിയാണ്. വളരെ എളുപ്പമായിട്ട് പ്രധാനപ്പെട്ട കണ്ടന്റുകളെല്ലാം ഉൾപ്പെടുത്തി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്ത് നിന്നാണ് ചോദ്യങ്ങൾ മുഴുവൻ പരീക്ഷയ്ക്ക് എന്ത് ചെയ്തിട്ടുള്ളത്? റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്ത വരാൻ പോകുന്ന ബീറ്റ് ഫോറസ്റ്റ് പരീക്ഷ, അതേപോലത്തുള്ള ദേവസ്വം ബോർഡ് LD പരീക്ഷ, ഇവയ്ക്കൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? പഠിക്കുക. നമ്മുടെ കോഴ്സുകൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന ക്ലാസ്സുകൾ നിങ്ങൾ നന്നായിട്ട് കാണുക, ഉപയോഗപ്പെടുത്തുക. പ്രീവിയസ് ക്വസ്റ്റിന്റെ അടുത്ത ക്ലാസ്, ഇന്ന് നമ്മൾ പഠിച്ചത് റഷ്യൻ വിപ്ലവം, ഇനി അടുത്ത വിപ്ലവത്തിന്റെ ക്ലാസ്സുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. എല്ലാവരും